ഹായ് ഹലോ നമസ്കാരം. സജീന വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനേ ഒരു പ്രത്യേകിച്ച് കണ്ടന്റൊന്നുമില്ല, ഒരു ചെറിയൊരു തമാശ വീഡിയോ പറയാനായിട്ട് വന്നതാണ് കേട്ടോ. അതായത് ഈ അതുലിനും ഡാനിക്കും പിന്നെ ബാക്കിയുള്ള വ്ളോഗർമാർക്കും എല്ലാവർക്കും ഈ ജീവിതാവസാനം വരെ ചെയ്യാനുള്ള കണ്ടന്റ് ഇട്ട് കൊടുക്കുന്ന ഈ രേണു സ്തുതി ഉണ്ടല്ലോ, അവിടെ വേണം ആദ്യം അടിക്കാൻ. മനസ്സിലായില്ല? ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയേ. 2 രൂപ 2 രൂപയല്ലേ? ഇപ്പൊ ഇതിന് ഒരു ഫുൾ ഒരു ക്യാപ്ഷനോട് കൂടി ഞാൻ ഈ പറയുന്ന സത്യം നോക്കിക്കോ. ആ മാജിക് കാണിക്കുന്ന വ്യാമൻ എവിടെ നിന്നാണ് 2 രൂപ എടുത്തത്? അതായിരിക്കും ക്യാപ്ഷൻ. അതേ തന്നെ മഞ്ഞ് പിടിച്ചിരിക്കുന്ന കണ്ണായതുകൊണ്ട് കാണുന്ന എല്ലാം മഞ്ഞായിട്ടേ തോന്നത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ വേറെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അതേപോലെ തൊട്ട് മുമ്പിട്ട ഒരു വീഡിയോ, ഈ സൂചിയേട്ടന്റെ അവാർഡ് എല്ലാം കൂടെ കട്ടിലടിയിൽ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് കുറേ അങ്ങ് കിടന്നു കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ എനിക്കായാലും എന്റെ 2 മക്കളുണ്ട്, അവർക്കും ഈ സ്പോർട്സിനും അല്ലാതെ പിന്നെ സ്കൂളിൽ ഓരോ ഫംഗ്ഷന് കിട്ടിയതും അല്ലാതെ എനിക്ക് കിട്ടിയിട്ടുള്ള ഈ ഫൺസമ്മയുടെ ടൈമിൽ കിട്ടിയിട്ടുള്ള അങ്ങനെ ഒരുപാട് അവാർഡുകൾ എന്റെ വീട്ടിലുണ്ട്. ഞങ്ങൾ എല്ലാം കൂടെ എടുത്ത് ഷോക്കേഴ്സ് വെക്കാനുള്ള സ്പേസ് ഇല്ല, നിരത്തി വെക്കാനുള്ള ഇതില്ലെങ്കിൽ നമ്മളെല്ലാവരും ഈ ലോകത്തുള്ള എല്ലാ വീട്ടിലും കാണും. അങ്ങനെ ബേസ് ബോർഡ് വെട്ടിക്കകത്തോ ചാക്കിനകത്തോ ആക്കി കട്ടിലടിയിൽ വെക്കും, അല്ലെങ്കിൽ ബെർത്തിന്റെ മുകളിൽ വെക്കുന്നത് ഈ ലോകത്തുള്ള എല്ലാ വീട്ടിലും നടക്കും. അപ്പൊ നീയൊക്കെ നിന്റെ വീട്ടിലും കൂടെ ഒന്ന് തിരിഞ്ഞൊക്കെ ഇറങ്ങിയൊക്കെ നോക്കി എന്തൊക്കെ കട്ടിലടി ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. അത് വേണ്ടാത്ത സാധനങ്ങളാണ്, വേണ്ടാത്താണെങ്കിൽ ഇത് കളയുകയല്ലേ ചെയ്യുന്നത്, കുപ്പത്തൊട്ടി കളയുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കത്തിച്ച് കളയും. അത് വേണ്ടുന്നതായതുകൊണ്ടാണ് എടുത്ത് അങ്ങനെ വെച്ചിരിക്കുന്നത്. പിന്നെ ഈ സ്തുതിയുടെ രേണുവിന്റെ വീട്ടില് നിങ്ങൾ ആരും പോയിട്ടില്ലല്ലോ, ഞാൻ നേരിട്ട് പോയിട്ടുണ്ട്. നമ്മളെ വീഡിയോ കാണുന്ന നമുക്കത്തോളം വലിയ വിശാലമായ ഹാളൊന്നും അല്ലത്, ചെറിയൊരു ഹാളാണ്. അതിനകത്ത് ഒരു സെറ്റിയും 2 കസേര ഇടുമ്പോൾ തന്നെ അവിടെ ഫില്ലാണ്. അപ്പൊ ചോദിക്കും, ആ ചെറിയ ഒരു ഇതിനകത്ത് ഇവളത് വെച്ചിരിക്കുന്നത്. അവള് പറഞ്ഞല്ലോ, നമുക്ക് ഇപ്പൊ കിട്ടാൻ തുടങ്ങിയിട്ട് എത്ര നാളായി അവാർഡുകൾ? 2-3 അവാർഡ് കിട്ടിക്കാണ്. നമ്മൾ സത്യം നോർമൽ ഇത് കണക്ക് നമ്മളെവിടെയെങ്കിലും കൊടുക്കുന്ന നമ്മുടെ സാധനം ഇല്ല അവിടെ എവിടെയൊക്കെ കിട്ടാം, അതേ കണക്കാക്കി എവിടെ മുഖത്ത് വെച്ചു. ദാറ്റ്സ് ഓൾ. അതിനകത്ത് വേറെ ഒന്നും പറയാനില്ല. പിന്നെ അതിനിടയ്ക്ക് വേറെ ഏതാണ്ടൊരു കാര്യം എടുത്തിട്ട് പറഞ്ഞല്ലോ, ആ സൂചേട്ടന്റെ മൂത്ത മോൻ ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ പോലും ഇല്ലാതെ, ആഹാരം പോലും കൊടുക്കാതെ പട്ടിണി കിട്ടവളാണ് ഈ രേണു. അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റും. കാരണം ആ കുഞ്ഞ് ഓടി വന്ന് തെണ്ടിയത് നിങ്ങളുടെ അടുത്താണല്ലോ. അയ്യോ ചേട്ടാ, എൻ്റെ അമ്മയെന്ന് പറയുന്നവർ എനിക്ക് ഒരു നേരം ആഹാരം തന്നിട്ട് എനിക്ക് വിശക്കുന്നു, ചോറ് താ എന്ന് പറയുന്നത് നിങ്ങളുടെ അടുത്തായതുകൊണ്ട് നിങ്ങൾക്ക് ആധികാരികമായിട്ട് സംസാരിക്കാൻ പറ്റുമായിരിക്കും. ആൾക്കാരെ വേറൊന്നും ഇല്ല. ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഒന്ന് ഇടണമെന്ന് തോന്നി വന്നിട്ടു. ഓക്കെ, അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും താങ്ക്സ്. ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നിങ്ങൾ വേറൊരു വീഡിയോ ഇട്ടല്ലോ, സുചേട്ടന്റെ അവാർഡിന്റെ കാര്യം പറഞ്ഞ ഉടനെ രേണു സുധി സെറ്റിൽ നിന്നും ഇറങ്ങി ഓടിയെന്നു. എന്റെ പൊന്നോ, സമ്മതിക്കണം. അത് അവൾ അഭിനയിക്കുന്ന ആ ഷോർട്ട് ഫിലിമിലെ ഒരു ഭാഗമാണ്. മനസ്സിലായില്ല? എന്നാ ഇത് നോക്കിക്കോ. ലൊക്കേഷൻ ഇറങ്ങി ഓടി എന്നൊക്കെ പറഞ്ഞു. എന്റെ പൊന്നു ഡാനി സമ്മതിച്ചിരിക്കുന്നു. ഹായ്, തക്കാളി ഇത്തരം മതി. ഞാൻ ഇതൊരു ചെറിയൊരു ഇതായിട്ടൊന്ന് പറഞ്ഞ് ഇടാമെന്ന് വിചാരിച്ചു വന്നത്. അപ്പൊ ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും താങ്ക്സ്.